കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ BJP, ലീഗ്, കോൺഗ്രസ് കൂട്ടുകെട്ട് അതിൻ്റെ കോർഡിനേറ്ററാണ് VD സതീശൻ എന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഹൈക്കമാൻഡിൻ്റെ നിലപാടെന്താണ്? ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് വേണം എന്നാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്? അത് വേണം, അവർ വർഗീയവാദിയല്ല എന്നും VD സതീശൻ പറയുക. രാജീവ് ചന്ദ്രശേഖരന് വർഗീയതയില്ല എന്നും മുമ്പ് ഇതേ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗോൾവാൾക്കറുടെ മുമ്പ് പോയിട്ട് ശാസ്ത്രാംഗം നമസ്കരിക്കുന്ന കാര്യം നമ്മൾ കണ്ടതുമാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ കോർഡിനേറ്ററാണെന്ന് ഞാൻ പറയാൻ കാരണം. ഇതേപോലെ സമസ്ത അവരുടെ 100ാം വാർഷികത്തിൽ അവർ പാസാക്കിയ പ്രമേയത്തിൽ സമുദായത്തെ സ്പർദ്ധരൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. വിമർശനപരമായിട്ടാണ് പ്രതിരോധിക്കേണ്ട കാര്യം ചൂണ്ടിക്കാണിച്ചത്. സുന്നി വിഭാഗവും AP സുന്നി ഉൾപ്പെടെ എല്ലാവരും ഇതിനെ ശക്തിയായിട്ട് അപലപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF മുന്നോട്ടേക്ക് പോകുമെന്ന് പറയുന്ന VD സതീശൻ്റെ നിലപാടിനോട് ലീഗിൻ്റെ കൃത്യമായ നിലപാടെന്താണ്? മുസ്ലിം ലീഗ് വ്യക്തമാക്കണം. ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോഴൊക്കെ അഴകുഴമ്പൻ നിലപാട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്.